ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MS ക്രൈം ചേസർ. ഇത് ഈ ചാനലിലെ ആദ്യത്തെ ക്രൈം സ്റ്റോറിയാണ് കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം. തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നന്നായി വീഡിയോ അവതരിപ്പിക്കുവാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി മുന്നോട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഈ ക്രൈം സ്റ്റോറി ഞാൻ പ്രസന്റ് ചെയ്യുകയാണ്. ചില ക്രൈം സ്റ്റോറികൾ കേൾക്കുമ്പോൾ നമ്മൾ ആകെ ആശ്ചര്യപ്പെട്ടു പോകാറുണ്ടല്ലേ? അങ്ങനെ ആശ്ചര്യമുളവാക്കുന്ന ഒരു ക്രൈം സ്റ്റോറിയെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. 2024 ജൂൺ 8 ഈ സംഭവം നടക്കുന്നത്. അന്ന് ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു. അവിടുത്തെ റെയിൽവേ യാർഡിൽ ഒരു ട്രെയിൻ വന്നു നിൽക്കുന്നു. അതൊരു പാസഞ്ചർ ട്രെയിനായിരുന്നു. ട്രെയിൻ പുറപ്പെടാനായി ഇനിയും ഏറെ സമയമുണ്ട്. അതിനാൽ ക്ലീനേഴ്സ് ട്രെയിൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നാഗദ മഹോ ഇൻഡോർ പാസഞ്ചർ ട്രെയിനായിരുന്നു അവിടെ നിർത്തിയിട്ടിരുന്നത്. ആ ട്രെയിൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലീനർ സീറ്റിനടിയിൽ നിന്ന് ഒരു ചാക്കുകെട്ട് കണ്ടെത്തുകയാണ്. ചാക്കുകെട്ട് കണ്ടതോടെ അയാൾ അത് സീറ്റിനടിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെടുത്തു. ആ സമയത്താണ് ചാക്കുകെട്ടിന് പുറത്ത് അവിടെ ഇവിടെയായി കുറച്ച് രക്തക്കറകൾ കണ്ടത്. അതുകണ്ട് അയാൾ ആകെ ഭയന്നു പോയി. ഒട്ടും താമസിയാതെ ക്ലീനർ റെയിൽവേ പോലീസിനെ ഈ വിവരം അറിയിച്ചു. സംഭവം അറിഞ്ഞതോടെ റെയിൽവേ പോലീസിന്റെ ഒരു ടീം അവിടെ എത്തുകയും ആ ചാക്കുകെട്ട് തുറന്ന് പരിശോധിക്കുകയും ചെയ്തു. ചാക്കിനുള്ളിലെ കാഴ്ച കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ മിഴിഞ്ഞുപോയി. ആ ചാക്കിനുള്ളിൽ ഒരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു. പക്ഷേ ആ ഡെഡ് ബോഡിക്ക് തലയില്ലായിരുന്നു. കഴുത്ത് തൊട്ട് താഴേക്കുള്ള ഭാഗം ഉണ്ടായിരുന്നെങ്കിലും കൈകാലുകൾ രണ്ടുമില്ലായിരുന്നു. ചാക്കിനുള്ളിലെ കാഴ്ച കണ്ട് തല ചുറ്റിപ്പോയെങ്കിലും റെയിൽവേ പോലീസ് ആ ഡെഡ് ബോഡി അടുത്തുള്ള ഒരു സർക്കാർ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ശേഷം അവിടുത്തെ പേപ്പർ വർക്കുകളൊക്കെ പൂർത്തിയാക്കി. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. പക്ഷേ എന്ത് ചെയ്യാനാണ്? കിട്ടിയ ബോഡിക്കാണെങ്കിൽ തലയോ കൈയോ കാലോ ഇല്ല. പിന്നെ എങ്ങനെയാണ് മരിച്ചതാരാണെന്ന് കണ്ടെത്തുക? ആദ്യം മരിച്ചതാരാണെന്നറിയണ്ടേ? പിന്നെയല്ലേ കൊലയാളിയെ കണ്ടെത്തുന്ന കാര്യം. അങ്ങനെ 2 ദിവസങ്ങൾ കടന്നുപോയി. അന്ന് ജൂൺ 10 തിങ്കളാഴ്ചയായിരുന്നു. ഋഷികേശ് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ആ ട്രെയിനിലും ക്ലീനിങ് നടക്കുകയായിരുന്നു. ക്ലീനിങ് നടക്കുന്ന സമയത്ത് ഒരു സീറ്റിനടിയിൽ നിന്ന് ഇതുപോലെ തന്നെ ക്ലീനർ ഒരു ചാക്കുകെട്ട് കണ്ടെത്തുകയുണ്ടായി. ഉടൻ റെയിൽവേ പോലീസിന് വിവരം അറിയിക്കുകയും പോലീസ് അവിടെ എത്തിച്ചേരുകയും ചെയ്തു. ആ ചാക്കു തുറന്നപ്പോൾ അതിൽ നിന്ന് അറുത്തു മാറ്റിയ 2 കൈകളും കാലുകളും പിന്നെ തലയും ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് റെയിൽവേ പോലീസ് ആ ശരീരഭാഗങ്ങൾ ഹോസ്പിറ്റലിലേക്ക് അയക്കുകയും മോർച്ചറിയിൽ സംഭവം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഋഷികേശിൽ നിന്ന് ഇൻഡോറിലേക്ക് ഏകദേശം 1000 കിലോമീറ്ററുകളേക്കാൾ കൂടുതൽ ദൂരമുണ്ട്. ഇത്രയും അകലെയുള്ള ഇൻഡോറിൽ ഒരു ട്രെയിനിലെ കമ്പാർട്ട്മെന്റിൽ നിന്ന് ചാക്കിൽ കെട്ടിയ നിലയിൽ ഒരു ബോഡി കിട്ടുന്നു. ആ ബോഡിക്ക് തലയോ കൈയോ കാലോ ഇല്ല. അതുപോലെ തന്നെ ഋഷികേശിലെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിനിൽ നിന്ന് മറ്റൊരു ചാക്കുകെട്ടിലായി മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ കിട്ടുകയാണ്. ഈ ശരീരഭാഗങ്ങൾ കിട്ടിയത് യോഗനഗരി ഋഷികേശ് എക്സ്പ്രസ് എന്ന ട്രെയിനിൽ നിന്നാണ്. അപ്പോൾ 2 ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഒന്ന് ജൂൺ 8 ഒന്ന് ജൂൺ 10 2 ട്രെയിനുകളിൽ നിന്ന് 2 ചാക്കുകളിലായി മനുഷ്യന്റെ മുറിച്ചു മാറ്റിയ ശരീരഭാഗങ്ങൾ കിട്ടുന്നു. ഋഷികേശിലുള്ളവർക്കറിയില്ലായിരുന്നു 2 ദിവസം മുന്നേ ഇതേ രീതിയിൽ ഇൻഡോറിലെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിനിൽ നിന്ന് ശരീരഭാഗങ്ങൾ കിട്ടിയ കാര്യം. ഇവിടെ ഇൻഡോറിലുള്ളവർക്കും
ഋഷികേശിലെ ഈ സംഭവത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു. പിന്നീട് എങ്ങനെയൊക്കെയോ ഋഷികേശിൽ നടന്ന ഈ സംഭവം കറങ്ങി തിരിഞ്ഞ് ഇൻഡോറിലെ റെയിൽവേ പോലീസിന്റെ കാതുകളിലുമെത്തി. അതോടെ ഇരു കൂട്ടരും തമ്മിൽ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. അങ്ങനെ ഒരാളുടെ തന്നെ ശരീരഭാഗങ്ങളാണ് 2 ചാക്കുകെട്ടുകളിൽ നിന്ന് കിട്ടിയതെന്ന് പിന്നീട് തെളിയുകയാണ്. ശേഷം കിട്ടിയ ബോഡി പാർട്സുകളെല്ലാം ഒന്നിച്ച് ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു. റെയിൽവേ പോലീസ് സംഭവം രജിസ്റ്റർ ചെയ്തതിനു ശേഷം പോലീസിന് കൈമാറി. ഇനിയിപ്പോൾ മരിച്ചതാരാണെന്നാണ് ആദ്യം കണ്ടെത്തേണ്ടത്. ഈ സ്ത്രീ എവിടെ നിന്നാണ് ട്രെയിനിൽ കയറിയത്? എങ്ങോട്ടേക്കാണ് അവർക്ക് പോകേണ്ടിയിരുന്നത്? ഇതൊക്കെ അറിയേണ്ടതുണ്ട്. അന്വേഷണത്തിൽ ആദ്യം കണ്ടെത്തിയത് ഋഷികേശിൽ നിന്ന് പുറപ്പെട്ട യോഗനഗരി ഋഷികേശ് എക്സ്പ്രസ് ഇൻഡോറിലേക്കല്ല പോകുന്നത്, മറിച്ച് അത് ഉജ്ജയിനിലേക്കാണ് പോകുന്നത്. ഈ ട്രെയിൻ ഇൻഡോർ ടച്ച് ചെയ്യുന്നില്ല. പക്ഷേ 2 ട്രെയിനുകളിൽ നിന്നും കിട്ടിയ ശരീരഭാഗങ്ങൾ ഒരാളുടേത് തന്നെയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഋഷികേശിൽ നിന്നും ഒരുപാട് അകലെയുള്ള ഇൻഡോറിൽ നിന്നുമാണ് മറ്റ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയതെന്ന് ഓർക്കണം. ഒരു കണക്ഷനുമില്ലാത്ത 2 സ്റ്റേഷനിൽ നിന്നും ഒരേ വ്യക്തിയുടെ ശരീരഭാഗങ്ങൾ ലഭിച്ചതിനാൽ അത് അന്വേഷിക്കുന്ന പോലീസുകാർക്കും വലിയ തലവേദനയായി. പിന്നീട് ഇൻഡോറിലെ ആ പാസഞ്ചർ ട്രെയിൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പോലീസുകാർ അന്വേഷിക്കുന്നു. അപ്പോഴാണ് അവർക്കത് മനസ്സിലായത്. ഈ ട്രെയിനും ഉജ്ജയിനിൽ കൂടി കടന്നു പോകുന്നുണ്ടെന്ന്. അപ്പോൾ 2 ട്രെയിനുകളും ഉജ്ജയിൻ ടച്ച് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ട്രെയിനുകൾ തമ്മിലുള്ള ഒരേ ഒരു കണക്ഷൻ. ഈ കണക്ഷൻ വെച്ച് പോലീസുകാർ തങ്ങളുടെ അന്വേഷണം ആരംഭിച്ചു. കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ നന്നായി ചെക്ക് ചെയ്തപ്പോൾ മൃതദേഹത്തിന്റെ ഒരു കൈയിൽ പച്ച കുത്തിയിരിക്കുന്നതായി കണ്ടെത്തി. 2 പേരുകളാണ് കൈത്തണ്ടയിൽ പച്ച കുത്തിയിരുന്നത്: മീര ബഹൻ, ഗോപാൽ ഭായ്. ഇതായിരുന്നു ആ പേരുകൾ. ഈ പേരുകൾ ആരുടേതായിരിക്കും? ഒരുപക്ഷേ ആ സ്ത്രീയുടെയും അവരുടെ ഭർത്താവിൻ്റെയും പേരായിരിക്കാമത്. കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്കിടയിൽ ഈ സംഭവത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അങ്ങനെ നടക്കുകയാണ്. മരിച്ചുപോയ സ്ത്രീ ഉജ്ജയിനിൽ താമസിക്കുന്നയാളാണോ എന്നൊക്കെ ഇതിനിടയിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു പോലീസുകാരൻ പറയുന്നത്, ഉജ്ജയിനടുത്തുള്ള ചില പ്രദേശങ്ങളിൽ ഒരു പ്രത്യേക ആചാരമുണ്ട്. ചില ജാതിയിൽപ്പെട്ട സ്ത്രീകൾ തങ്ങളുടെ സഹോദരന്റെ പേര് സ്വന്തം പേരിനൊപ്പം കൈത്തണ്ടയിൽ പച്ച കുത്താറുണ്ട്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേര് ഇങ്ങനെ എഴുതാറില്ല. ഈ പോലീസുകാരൻ മധ്യപ്രദേശിലുള്ളതായിരുന്നു. അതോടെ പോലീസുകാർ ഈ ആചാരം നിലനിൽക്കുന്ന പ്രദേശങ്ങളിലേക്ക് അവരുടെ അന്വേഷണം വ്യാപിപ്പിച്ചു. മധ്യപ്രദേശിൻ്റെയും ഗുജറാത്തിൻ്റെയും ബോർഡറിലുള്ള കുറച്ച് സ്ഥലങ്ങളിലാണ് ഈ ആചാരം പൊതുവെ ഉണ്ടായിരുന്നത്. അവിടെയുള്ള സ്ത്രീകളും പെൺകുട്ടികളും ഇതുപോലെ തങ്ങളുടെ സഹോദരന്മാരുടെ പേരുകൾ കൈത്തണ്ടയിൽ പച്ച കുത്താറുണ്ട്. പോലീസുകാർ അവിടെ ചെന്ന് പല വീടുകളിലും കയറി ഇറങ്ങി പലരെയും ചോദ്യം ചെയ്തു. ഇവിടെ നിന്ന് ആരെയെങ്കിലും കാണാതായിട്ടുണ്ടോ എന്നൊക്കെ അവർ അന്വേഷിച്ചു. ഒടുവിൽ പോലീസിന് ചില കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. ഒരു വ്യക്തി അവരുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, അയാളുടെ ഭാര്യയെ കാണാതായിട്ട് കുറച്ച് ദിവസങ്ങളായെന്ന്. ജൂൺ 6-ാം തീയതി തൊട്ടാണ് അവരെ കാണാതായത്. അന്ന് അയാളും ഭാര്യയുമായി ഒരു വഴക്കുണ്ടായി. ആ വഴക്കിന് ശേഷം അയാളുടെ ഭാര്യ ദേഷ്യത്തിൽ പിണങ്ങി വീട്ടിൽ നിന്നിറങ്ങിപ്പോയി. പിണക്കം മാറുമ്പോൾ അവർ തിരിച്ചു വരുമെന്നാണ് ഇയാൾ കരുതിയത്. പക്ഷേ ഇതുവരെ ആയിട്ടും ആ സ്ത്രീ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. അവരെ കാണാതായതിനെ തുടർന്ന് അയാൾ ജൂൺ 7-ാം തീയതി പോലീസിൽ ഒരു പരാതി കൊടുത്തിരുന്നു. ഇവിടെ
ജൂൺ 8-ാം തീയതിയാണ് ആദ്യമായി ഡെഡ് ബോഡിയുടെ ഭാഗങ്ങൾ ഇൻഡോറിൽ നിന്ന് ലഭിച്ചത്. 10-ാം തീയതി ബാക്കി ഭാഗങ്ങൾ ഋഷികേശിൽ നിന്നും ലഭിച്ചു. എന്തായാലും ആ വ്യക്തിയിൽ നിന്ന് മരിച്ച സ്ത്രീയുടെ പേര് മീര എന്നാണെന്ന് അറിയാൻ കഴിഞ്ഞു. മധ്യപ്രദേശിനും ഗുജറാത്തിനും ഇടയിലുള്ള ബോർഡർ ഏരിയയിലാണ് ഇവർ താമസിച്ചിരുന്നത്. അവരെ കാണാനില്ല എന്ന പരാതി പോലീസിന് ലഭിച്ചതിനെ തുടർന്ന് പോലീസ് അവരെ തിരഞ്ഞെങ്കിലും അവർക്ക് മീരയെക്കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. ഈ സ്ത്രീയുടെ ഡെഡ് ബോഡിയുടെ ഭാഗങ്ങൾ 2 സിറ്റിയിലായിട്ട് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? പോലീസ് വിവരങ്ങൾ അന്വേഷിക്കാൻ ആരംഭിച്ചു. അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തിയ വിവരങ്ങൾ ഓരോന്നായി കണക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു മെയിൻ പോയിന്റ് അവർക്ക് നോട്ട് ചെയ്യാൻ കഴിഞ്ഞു. അതാണ് ഉജ്ജയിൻ. ഡെഡ് ബോഡിയുടെ ഭാഗങ്ങൾ കിട്ടിയ 2 ട്രെയിനിനും ഈയൊരു സ്ഥലമായിട്ട് കണക്ഷനുണ്ട്. 2 ട്രെയിനുകളും ഉജ്ജയിനിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ അവർ ഉജ്ജയിനിലേക്ക് പോയി ഈ കേസ് അന്വേഷിക്കാൻ തീരുമാനിച്ചു. എന്തെങ്കിലും ഒരു തുമ്പ് അവിടെ നിന്ന് കിട്ടുമെന്ന പ്രതീക്ഷയിൽ പോലീസ് അവിടേക്ക് തിരിച്ചു. ആ സ്ത്രീയെ കാണാതായത് ജൂൺ 6-ാം തീയതിയാണല്ലോ. 7-ാം തീയതി അവരുടെ ഹസ്ബൻഡ് അവരെ കാണാനില്ല എന്ന പരാതി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് പോലീസുകാർ ജൂൺ 6-7 തീയതികളിൽ ഉജ്ജയിൻ റെയിൽവേ സ്റ്റേഷനിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമുള്ള CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ആരംഭിച്ചു. ഭാഗ്യവശാൽ ഉജ്ജയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന മീരയുടെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മീരയോടൊപ്പം തന്നെ മറ്റൊരു വ്യക്തിയും ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന ഒറ്റ ഒരു ദൃശ്യം മാത്രമാണ് പോലീസുകാർക്ക് അവിടെ നിന്ന് ലഭിച്ചത്. സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്നതിന് ശേഷമുള്ള ദൃശ്യങ്ങളൊന്നും തന്നെ കിട്ടാതിരുന്നത് കൊണ്ട് മീര എങ്ങോട്ടാണ് പോയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇവിടെയും ഒരു ചോദ്യം ബാക്കിയായി. മീരയോടൊപ്പം കണ്ട ആ വ്യക്തി അതാരാണ്? അയാളും മീരയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഇനി അതെല്ലാം കണ്ടെത്തണം. പിന്നീട് പോലീസുകാർ ഇയാളുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഉജ്ജയിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഒരു അന്വേഷണം നടത്തി. അപ്പോഴാണ് അവിടെയുള്ള ചിലരിൽ നിന്ന് ഇയാളെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ ലഭിച്ചത്. ആ വ്യക്തിയുടെ പേര് കമലേഷ് പട്ടേൽ എന്നായിരുന്നു. ഇയാൾ അവിടെ കാറ്ററിംഗ് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അവിടെയുള്ള കുറച്ചു പേരുടെ സഹായത്താൽ പോലീസുകാർ കമലേഷിൻ്റെ വീട്ടിലെത്തിച്ചേർന്നു. പിന്നീട് അയാളെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ആ ചോദ്യം ചെയ്യലിൽ മീരയെ തനിക്കറിയില്ലെന്നാണ് അയാൾ പറഞ്ഞത്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആദ്യമായാണ് ഞാൻ അവരെ കാണുന്നത്. വഴിയറിയാതെ വിഷമിച്ചു നിന്ന അവരെ സ്റ്റേഷന്റെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരിക മാത്രമാണ് ഞാൻ ചെയ്തത്. അതിനുശേഷം ആ സ്ത്രീ എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ കമലേഷ് പട്ടേൽ പറഞ്ഞത് വിശ്വസിക്കാനേ പോലീസിന് തരമുണ്ടായിരുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ മീരയോടൊപ്പമുള്ള കമലേഷ് പട്ടേലിന്റെ മറ്റൊരു ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നില്ല. ഇവിടെയും കേസന്വേഷണം വഴിമുട്ടി. ഈ കമലേഷ് പട്ടേലിനെ ചോദ്യം ചെയ്തതിനു ശേഷവും കാര്യമായിട്ടുള്ള ഒരു തെളിവും ലഭിക്കാതിരുന്നതിനാൽ പോലീസ് ആകെ വിഷമിച്ചു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് പോലീസുകാർ കമലേഷ് പട്ടേലിന്റെ വീട്ടിലുമെത്തി. അവിടെ നിന്ന് എന്തെങ്കിലും തെളിവുകൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പോലീസുകാർ ആ വീട്ടിൽ തിരച്ചിൽ നടത്താൻ തീരുമാനിച്ചത്. അങ്ങനെ അയാളുടെ വീടിന്റെ മുക്കും മൂലയും പോലീസ് പക്ഷേ അവർ പ്രതീക്ഷിച്ചതുപോലെ അവർക്കൊന്നും തന്നെ അവിടെ നിന്ന് കിട്ടിയില്ല. തിരച്ചിൽ നിർത്തി മടങ്ങിപ്പോകാൻ ഒരുങ്ങവേ ആ വീട്ടിലേക്ക് ഒരു സ്ത്രീ നടന്നു വരുന്നത് പോലീസുകാർ കണ്ടു. അന്വേഷണത്തിൽ അത് കമലേഷിന്റെ ഭാര്യയാണെന്ന് പോലീസുകാർ തിരിച്ചറിഞ്ഞു. ശേഷം
പോലീസ് അവരെയും ചോദ്യം ചെയ്തു. ആംഗ്യ ഭാഷയിലാണ് അവർ പോലീസുകാരോട് മറുപടി പറഞ്ഞത്. സത്യത്തിൽ ആ സ്ത്രീ ഒരു ഊമയും ബധിരയുമായിരുന്നു. ഇനിയൊരു പക്ഷേ മീര കമലേഷിനോടൊപ്പം ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനേക ദൃക്സാക്ഷി ഈ സ്ത്രീയാണ്. പക്ഷെ എന്തു ചെയ്യാം, നിർഭാഗ്യവശാൽ അവരൊരു ഊമയാണ്. ഒപ്പം തന്നെ അവർക്ക് ചെവിയും കേൾക്കില്ല. അങ്ങനെയുള്ള ഒരു സ്ത്രീയോട് എന്ത് ചോദിക്കാനാണ്? അതുകൊണ്ട് പോലീസുകാർ അവിടെ നിന്ന് മടങ്ങിപ്പോകാനാണ് തീരുമാനിച്ചത്. എന്നാൽ അതിലൊരു പോലീസുകാരന് ഇങ്ങനെയാണ് തോന്നിയത്: ഊമകൾക്കും സംസാരിക്കാൻ കഴിയും. സൈൻ ലാംഗ്വേജിലായിരിക്കും അവർ സംസാരിക്കുക. സൈൻ ലാംഗ്വേജിൽ എക്സ്പെർട്ടായ ഒരാളെ കണ്ടെത്തി അവിടെ കൊണ്ടുവരികയാണെങ്കിൽ ഈ സ്ത്രീയിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ കഴിയുമെന്ന് ആ പോലീസുകാരന് തോന്നി. അതനുസരിച്ച് അങ്ങനെ ഒരാളെ കണ്ടെത്തി അയാൾ മുഖാന്തരം ആ സ്ത്രീയെ അവർ ചോദ്യം ചെയ്തു. ഒരു 15 മിനിറ്റോളം ആ ചോദ്യം ചെയ്യൽ നീണ്ടു നിന്നു. ആംഗ്യഭാഷയിൽ ആ സ്ത്രീ പറഞ്ഞത് ഇതാണ്: ജൂൺ 7-ാം തീയതി രാത്രി കമലേഷിനോടൊപ്പം ഒരു സ്ത്രീ ഈ വീട്ടിൽ വന്നു. കുറച്ചു കഴിഞ്ഞ് കമലേഷ് പറഞ്ഞതനുസരിച്ച് ഞാൻ അവർക്ക് ആഹാരം നൽകി. ആഹാരത്തിൽ കമലേഷ് എന്തോ കലർത്തിയാണ് നൽകിയത്. ആഹാരം കഴിച്ച ഉടനെ ആ സ്ത്രീ ഉറങ്ങിപ്പോയി. പിന്നീട് ഞാനും ഉറങ്ങിപ്പോയി. അതുകൊണ്ട് അതിനുശേഷമുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. രാവിലെ ഞാൻ ഉണർന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ കമലേഷ് മുറിയിൽ എന്തൊക്കെയോ ചെയ്യുകയായിരുന്നു. ഇന്നലെ വന്ന ആ സ്ത്രീ അപ്പോൾ തറയിൽ കിടപ്പുണ്ടായിരുന്നു. മൂർച്ചയുള്ള കത്തി കൊണ്ട് കമലേഷ് ആ സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ അറുത്ത് മുറിക്കുകയായിരുന്നു. അതുകണ്ട് ഞാൻ ആകെ ഭയന്നു പോയി. ഒന്ന് ഉച്ചത്തിൽ നിലവിളിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിരുന്നില്ല. പിന്നെങ്ങനെയാണ് ഞാൻ ആരോടെങ്കിലും ഇതിനെക്കുറിച്ച് പറയുക? ആ കാഴ്ച എന്നിൽ ഏൽപ്പിച്ച ആഘാതം വളരെ വലുതായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ 2 ചാക്കുകൾ കൊണ്ടുവന്ന് കമലേഷ് അറുത്തുമുറിച്ച ശരീരഭാഗങ്ങൾ അതിനുള്ളിലാക്കി എങ്ങോട്ടോ കൊണ്ടുപോയി. സൈൻ ലാംഗ്വേജിലൂടെ പോലീസ് ഇക്കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അവർ അടുത്ത പടിയായി കമലേഷിനെ വീണ്ടും ചോദ്യം ചെയ്തു. ഇനിയൊന്നും മറച്ചുവെച്ചിട്ട് കാര്യമൊന്നുമില്ലെന്ന് കണ്ട കമലേഷ് എല്ലാ കാര്യങ്ങളും പോലീസിനോട് തുറന്നു പറയുകയാണ് ചെയ്തത്. ജൂൺ 7-ാം തീയതി ഉജ്ജയിൻ റെയിൽവേ സ്റ്റേഷനിൽ അയാൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു ട്രെയിനിൽ നിന്നിറങ്ങി മീര അവിടേക്ക് വന്നത്. അവർ സിറ്റിയിലേക്ക് ആദ്യമായിട്ടാണ് വന്നതെന്ന് അവരുടെ മുഖം കണ്ടപ്പോൾ തന്നെ കമലേഷിന് മനസ്സിലായി. ഏതോ ഒരു അഡ്രസ് ചോദിച്ചുകൊണ്ടാണ് അവർ ഇയാളെ സമീപിച്ചത്. അങ്ങനെ കമലേഷ് അവരെ തന്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. ഭർത്താവിനോട് വഴക്കിട്ട് പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണ് ആ സ്ത്രീയെന്ന് ഇയാൾക്ക് പിന്നീട് മനസ്സിലായി. അതോടെ കമലേഷിന്റെ മനസ്സിൽ ചില വേണ്ടാത്ത ചിന്തകൾ ഉദിച്ചു. ആഹാരത്തിൽ ഉറക്ക ഗുളിക നൽകി കമലേഷ് അവരെ മയക്കിക്കിടത്തി. ആ മയക്കത്തിൽ ഇയാൾ ആ സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ സമയത്ത് ആ സ്ത്രീ പാതി മയക്കത്തിലായിരുന്നതുകൊണ്ട് അവർ കമലേഷിനെ ശക്തിയായി എതിർത്തു. ഉച്ചത്തിൽ ബഹളം വെച്ച ആ സ്ത്രീയുടെ വായ അയാൾ പൊത്തിപ്പിടിച്ചു. എന്നിട്ടും ആ സ്ത്രീ ശക്തമായി എതിർത്തപ്പോൾ ഇയാൾ അവരുടെ കഴുത്ത് ഞെരിച്ചു കൊന്നു. പിന്നീട് ആരും അറിയാതിരിക്കാനാണ് അവരുടെ ശരീരം അറുത്തു മുറിച്ചത്. അപ്പോഴേക്കും കമലേഷിന്റെ ഭാര്യ അവിടേക്ക് വന്നു. അവളൊരു ഊമയും ബധിരയുമായതുകൊണ്ട് ഇയാൾക്ക് പ്രത്യേകിച്ച് ഒരു ഭയവും തോന്നിയില്ല. ഇതിനു മുമ്പും ചില സ്ത്രീകളെ ഇതുപോലെ വീട്ടിൽ കൊണ്ടുവന്ന് ഇയാൾ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാം നാണക്കേട് കൊണ്ട് അവർ ആ കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് കമലേഷിന് ഇതാദ്യ സംഭവമൊന്നുമല്ലായിരുന്നു. പക്ഷേ
ഒരാളെ കൊല്ലുന്നത് ഇയാൾ ആദ്യമായിട്ടായിരുന്നു. പിന്നീട് ചാക്കുകളിലാക്കിയ ശരീരഭാഗങ്ങളുമായി ഇയാൾ ഉജ്ജയിനിലെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ആ സമയത്ത് റെയിൽവേ യാർഡിൽ ഒരു ട്രെയിൻ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. നാഗദ മഹു ഇൻഡോർ പാസഞ്ചർ ട്രെയിനായിരുന്നു അത്. അതിനൊപ്പം തന്നെ മറ്റൊരു ട്രെയിൻ കൂടി യാർഡിൽ വന്നു നിന്നു. യോഗനഗരി ഋഷികേശ് എക്സ്പ്രസ്. ഈ ഋഷികേശ് എക്സ്പ്രസ് പുറപ്പെടാനുള്ള സമയം അപ്പോൾ കഴിഞ്ഞിരുന്നു. അതായിരുന്നു ആദ്യം പോകുന്ന ട്രെയിൻ. അതിനാൽ ഒരു ചാക്കുകെട്ടുമായി കമലേഷ് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ബോഗിയിൽ കയറിക്കൂടി. ചാക്കുകെട്ട് ഇയാൾ ഒരു സീറ്റിനടിയിൽ വെച്ചു. ആ സമയത്ത് മറ്റേ ചാക്കുകെട്ട് പുറത്തിരിക്കുകയായിരുന്നു. ട്രെയിൻ പുറപ്പെടാനുള്ള സമയം കഴിഞ്ഞിരുന്നതിനാൽ അടുത്ത ചാക്കുകെട്ടുമായി കമലേഷ് വന്നപ്പോഴേക്കും ആ ട്രെയിൻ യാർഡിൽ നിന്നും പ്ലാറ്റ്ഫോമിലേക്ക് പോയി. അതോടെ അയാൾക്ക് വല്ലാത്ത വെപ്രാളമായി. 2 ചാക്കുകളും ഒരു ട്രെയിനിൽ തന്നെ വെക്കാനായിരുന്നു കമലേഷിന്റെ പ്ലാൻ. ട്രെയിൻ വിട്ടുപോയ വെപ്രാളത്തിൽ രണ്ടാമത്തെ ചാക്കുകെട്ട് ഇയാൾ അവിടെയുണ്ടായിരുന്ന നാഗദ മഹു ഇൻഡോർ പാസഞ്ചർ ട്രെയിനിൽ കൊണ്ടുവച്ചു. ഈ സംഭവങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ പോലീസ് കമലേഷിനെ അറസ്റ്റ് ചെയ്തു. അയാളുടെ ഭാര്യയെ അപ്രിഷ്യേറ്റ് ചെയ്യാനും പോലീസുകാർ മറന്നില്ല. ഊമയും ബദ്രയുമായ ആ പാവം സ്ത്രീയുടെ കൺമുന്നിലാണ് ഈ കൊലപാതകം നടന്നത്. കൊലപാതകയുടെ സ്ഥാനത്ത് അവരുടെ ഭർത്താവായിരുന്നിട്ട് കൂടിയും പോലീസുകാർ ചോദ്യം ചെയ്തപ്പോൾ ഭയം കൂടാതെ ധൈര്യപൂർവം അവർ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ആംഗ്യ ഭാഷയിൽ പറഞ്ഞുകൊടുത്തു. മിണ്ടാനോ പറയാനോ കഴിയാത്തവർ പോലും, ചിലപ്പോൾ കാഴ്ചയില്ലാത്തവർ പോലും ഇതുപോലെ കേസുകൾ തെളിയിക്കുവാൻ പോലീസിനെ സഹായിച്ചിട്ടുണ്ട്.